മാനസികമായി ഇത് കേൾക്കുമ്പോൾ നാം തകർന്നു പോകുന്ന, നമ്മളുടെ കേരളത്തിലിരുന്ന് നാം ഇത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വിദ്വേഷം, നമ്മുടെ വികാരം, നമ്മുടെ വെറുപ്പ് ഒരു പ്രസ്ഥാനത്തോട് അങ്ങനെ ഉണ്ടായാൽ നാം തെറ്റുകാരല്ല. കാരണം നിതീഷ് റാണ എന്ന് പറയുന്ന ഒരു വ്യക്തി BJP അംഗമാണ്. അദ്ദേഹം ഇന്ന് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇത്രയും വേദനിപ്പിക്കുന്നതായിട്ട് വന്നത്. അദ്ദേഹം പറഞ്ഞത്, മുസ്ലിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ഞാൻ പന്ത് കളിക്കും, അവരുടെ കരച്ചിൽ അവരുടെ പള്ളികൾ വരെ എത്തണം. ഈ മനുഷ്യൻ ഇങ്ങനെ പറയണമെങ്കിൽ എത്രമാത്രം വിദ്വേഷം ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ആവാഹിക്കപ്പെട്ടിട്ടുണ്ടാവാം. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വിദ്വേഷം ഇങ്ങനെ ആവാഹിച്ചെടുത്തിരിക്കുന്നത്? അവരുടെ ആ ഒരു ജീവിത പ്രക്രിയ എങ്ങനെയായിരിക്കും? തുടക്കം മുതലുള്ള അവരുടെ ജീവിതം, കുഞ്ഞുനാൾ മുതലുള്ള അവരുടെ ജീവിത രീതികൾ എങ്ങനെയായിരിക്കും? അവർ വളർന്ന സാഹചര്യം എങ്ങനെയായിരിക്കും? എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല, എനിക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വിദ്വേഷമായ ഈ പ്രസ്താവനയുടെ കാരണം? എങ്ങനെയാണ് മനുഷ്യന് മറ്റൊരു മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ പറയുവാൻ കഴിയുന്നത്? കണ്ണ് ചൂഴ്ന്നെടുത്ത് ഞാൻ ഫുട്ബോൾ കളിക്കും, ആ കരച്ചിൽ പള്ളി വരെ എത്തണമെന്ന്. വളരെ അൺഫോർച്ചുനേറ്റായിട്ടുള്ള നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 80 വർഷങ്ങളിലേക്ക് നാം എത്തുമ്പോൾ ഈ കാണുന്ന കാഴ്ച, പ്രിയ ജനങ്ങളെ, ഇവിടെ ഒരു ഇലക്ഷൻ വരുന്നുണ്ട്. ഇലക്ഷൻ്റെ സാഹചര്യങ്ങളാണ് നടത്തുന്നത്. നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ഇതെല്ലാം ഓർമ്മ വേണം. മലയാളക്കരയിൽ ഒരുത്തനും ഈ രീതിയിലുള്ള പ്രചരണങ്ങളുമായിട്ട് വരാൻ അനുവദിക്കരുത്. നമ്മൾ മനുഷ്യനെ സ്നേഹിക്കുന്ന നാടാണ് മലയാളം. മനുഷ്യൻ കരുതുന്ന നാടാണ്. നാം അത് നമ്മുടെ ജീവിത എക്സ്പീരിയൻസിലൂടെ നിരന്തരം കാണിക്കുന്നതാണ്. നമുക്ക് ജാതിയും വേണ്ട, മതവും വേണ്ട, വർഗവും വേണ്ട, നിറവും വേണ്ട. നമുക്കൊറ്റ കാര്യം, മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് അവസരം ലഭിക്കണം. ഇതായിരിക്കണം നമ്മളുടെ ചിന്തയും നമ്മളുടെ ചിന്തകളിൽ എപ്പോഴും അടങ്ങിയിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു ചിന്താവികാരം ഇതായിരിക്കണം. മനുഷ്യൻ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഒരു വസ്ത്രവുമില്ല, ഒന്നുമില്ല, ജാതിയുമില്ല, മതവുമില്ല, ഒന്നുമില്ല. മനുഷ്യൻ